ഗസയിലെ ഇസ്രായേലിന്റെ പുതിയ വംശഹത്യാ പദ്ധതിക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം. ഇസ്രായേലിന്റെ ഉപരോധം തകർത്ത് ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കണമെന്ന് ലോകത്തെ പ്രധാനപ്പെട്ട 760 സന്നദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലുമായുള്ള സഹകരണ കരാർ പുനഃപരിശോധിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെല്ലാം തള്ളി ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം 80-ലധികം പേരെയാണ് ഇസ്രായേൽ കൊന്നത്. കുട്ടികളെ കൊല്ലുന്നത് ഹോബിയായി ഇസ്രായേൽ കാണുന്നതായി പ്രതിപക്ഷ പാർട്ടി നേതാവ് യായിർ ഗോലൻ കുറ്റപ്പെടുത്തി. ദോഹ ചർച്ചയിൽ ഇസ്രായേൽ നിലപാട് കാരണം ഒരു പുരോഗതിയുമില്ലെന്ന് ഹമാസ് അറിയിച്ചു. ബന്ദികളെ മോചിപ്പിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും അറിയിച്ചു. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, എല്ലാത്തരം എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് സ്വന്തം തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേലിനെയാണ് കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ പലസ്തീൻ ഗസയുടെ ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ആക്രമണം ഉണ്ടായത്, എത്ര വലിയ ആൾനാശമുണ്ടായിട്ടുണ്ട്, ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ ആഗോളതലത്തിൽ തന്നെ ഉയർന്ന ഏറ്റവും പുതിയ പ്രതിഷേധങ്ങളുടെ രൂപം എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഏറ്റവും അവസാനമായിട്ടുള്ള ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്യൻ യൂണിയന്റെ ഉന്നതതല യോഗം സമാപിച്ചിരിക്കുന്നു. 27 രാജ്യങ്ങളിൽ ഏതാണ്ട് 17 രാജ്യങ്ങളും പൂർണ്ണമായി തന്നെ ഇസ്രായേലിന് നേരെയുള്ള ഒരു വ്യാപാര കരാർ ഉൾപ്പെടെയുള്ളവ പുനഃപരിശോധിക്കണമെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. 7 രാജ്യങ്ങളാണ് ഏതാണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ യൂണിയനിലെ ഇത്രയും ഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുക്കുന്നു എന്നത് ഒരു പക്ഷേ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് തന്നെ ബ്രിട്ടൻ വളരെ ശക്തമായിട്ടുള്ള ചില പുനഃപരിശോധനാ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സ്വതന്ത്ര വാണിജ്യ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നിർത്തിവെക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ഇതുവരെയും തങ്ങളുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യങ്ങളായി പിന്നെ ഇസ്രായേൽ പോലും അവകാശപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അതിശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാമ്പത്തികമായിട്ടുള്ള ഒരു പുനഃപരിശോധന നിലപാട് ആ രാജ്യങ്ങൾ കൈക്കൊള്ളുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും താഴെത്തട്ടിൽ അതിന്റെ ഒരു പ്രതിഫലനവും ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. ഏതാണ്ട് നിത്യം 100 ട്രക്കുകൾ വീതം ഗസയിലേക്ക് അനുവദിക്കുമെന്നത് ഉൾപ്പെടെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഗസയിലേക്ക് വളരെ പരിമിതമായിട്ടുള്ള 5-10 ട്രക്കുകൾ മാത്രമാണ് എത്തിയിരിക്കുന്നത് എന്നാണ് UN സെക്രട്ടറി ജനറൽ തന്നെ അല്പം മുമ്പ് വിശദീകരിച്ചിരിക്കുന്നത്. മാർച്ച് 2-ന് ശേഷം ഇതാദ്യമായിട്ട് ഈ ബേബി ഫുഡ് ഉൾപ്പെടെയുള്ളവ കയറ്റിയ ചില ട്രക്കുകൾ ഗസയിലെത്തി എന്ന് അല്പം മുമ്പ് UN സെക്രട്ടറി ജനറൽ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ദിനംപ്രതി 500 ട്രക്കുകളെങ്കിലും ഏറ്റവും അടിയന്തരമായി തന്നെ ഗസയിലേക്ക് എത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിലവിലുള്ള ഈ ആവശ്യകത പൂർത്തീകരിക്കാനും പട്ടിണി മരണങ്ങളിൽ നിന്ന് ഈ ജനതയെ രക്ഷപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അടുത്ത ഏതാണ്ട് 2 ദിവസത്തിനുള്ളിൽ ഒരു 14,000 കുട്ടികളെങ്കിലും മരണപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും. അത് ചെറുക്കണമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഉദാരമായ ഒരു തടസ്സവുമില്ലാതെ സഹായ വസ്തുക്കൾ ഗസയിൽ എത്തണമെന്നും UN ഏജൻസികളും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള നടപടി ഇനിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ വിമർശനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ട സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ വേണ്ടി അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിക്കൊണ്ടുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതുപോലും അതിന്റെ വിതരണം സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസികളെ യുനെർവ ഉൾപ്പെടെയുള്ള ഏജൻസികളെ അടുപ്പിക്കാതെ തങ്ങളുടെ നിയന്ത്രണത്തിലൂടെ തന്നെ അത് വിതരണം ചെയ്യണമെന്ന ഒരു തീരുമാനവും ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയോഗതലത്തിൽ ഈ ഏതാണ്ട് ഇപ്പം ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 326 പേരാണ് പട്ടിണി മൂലം ഗസയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഇനി കൂടുതൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ വലിയ തോതിൽ തന്നെ ആളുകൾ പട്ടിണിയെ മരണത്തെ കാത്തിരിക്കുന്ന ഒരവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഭക്ഷ്യവസ്തുക്കളും മറ്റ് സംവിധാനങ്ങളും വെള്ളവും മരുന്നും ഉൾപ്പെടെ ഗസയിലേക്ക് എത്തേണ്ട ഒരു നിർണായക ഘട്ടത്തിൽ അതിനുള്ള നടപടി ഒന്നും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അതിനെ പിന്നെ മറയിടാൻ വേണ്ടിയുള്ള വളരെ ചില തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ദോഹയിൽ തുടരുന്ന ചർച്ച ഒരർത്ഥത്തിലും മുന്നോട്ട് പോകാൻ ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ ഇന്ന് രാത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. കാരണം അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ
മുന്നോട്ട് വെക്കുന്നു. ആക്രമണം അവസാനിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇസ്രായേൽ അറിയിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ചർച്ച അധികം മുന്നോട്ട് പോകുമെന്ന് തങ്ങൾ കരുതുന്നില്ല എന്നാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഇസ്രായേലിന്റെ സൈനിക മേധാവി അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ ശക്തമായിട്ടുള്ള സൈനിക നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഹമാസിന് മുമ്പിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ, അത് ബന്ദികളെ പൂർണ്ണമായിട്ടും നിരുപാധികം വിട്ടയക്കുക എന്നതാണ്. അവരത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലൂടെ തന്നെ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കം തങ്ങൾ നടത്തും എന്ന നിരന്തരമായിട്ട് പറയുന്ന അതേ ഭീഷണി തന്നെയാണ് ഇസ്രായേൽ സൈനിക മേധാവിയും വ്യക്തമാക്കുന്നത്. നെതന്യാഹുവിന്റെ നിലപാടും ഏറെക്കുറെ അതേ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ഗസയിൽ നിന്ന് പുറത്തു വരുന്നില്ല. വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾ മാത്രം അനുവദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭക്ഷ്യ വിതരണം പോലും ആര് നടത്തും എന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നു. അതേസമയം ആകെ പ്രതീക്ഷ നൽകുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള യൂറോപ്യൻ യൂണിയന്റെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സ്പെയിനിന്റെയും ഭാഗത്തു നിന്ന് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുന്നു. ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ തങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. അത് ഒരു പക്ഷേ ഈ 19 മാസത്തിലധികം നീണ്ട ഈ യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ പോലും അമേരിക്ക എത്ര ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും എന്നത് സംബന്ധിച്ച ആ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം ഈ രാവിലെ നൽകാൻ സാധിക്കാത്ത ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെയാണ് ഗസ കടന്നു പോകുന്നത്. സൈഫുദ്ദീൻ, അത്യന്തം ദുഃഖകരമായ ആശങ്കാജനകമായ അവസ്ഥകളിലൂടെയാണ് ഗസ കടന്നു പോകുന്നത്. പോയ മണിക്കൂറുകളിലും നിരവധി പേർ, കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഭക്ഷണം എത്തിയിട്ടില്ല എങ്കിൽ ഈ ആഴ്ച മാത്രം 10,000-കണക്കിന് ആളുകൾ ഒരുപക്ഷെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് UN വീണ്ടും വീണ്ടും നൽകുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ നിർബാധം നിരന്തരം അവരുടെ വംശഹത്യ തുടരുന്ന നടപടിയാണ് കാണുന്നത്. വിശദാംശം നൽകിയത് MCA നാസർ.